കാലം പിന്നോട്ട് ചലിച്ചൊരു വിൻഡീസ് വിജയഗാഥ. ആധുനിക ക്രിക്കറ്റിന്റെ അലയൊലികൾക്കിന്ന് കൈക്കരുത്തിന്റെ കരീബിയൻ കൊടുങ്കാറ്റാണ്. വാങ്കഡയിൽ വിന്റേജ് വിൻഡീസിനെ ഇതാ കണ്ണിറയെ കാണാം. ഏത് ബൗളിംഗ് മൂർച്ചയും തച്ചു തകർക്കാൻ കെൽപ്പുള്ള സംഘത്തെ കോർത്തിണക്കി വിശ്വവേദിയിൽ അവരുടെ ത്രില്ലർ പൂരമാണ്. ഭയമെന്നോ സമ്മർദ്ദമെന്നോ നിരാശയെന്നോ അതവരുടെ നിഘണ്ടുവിലില്ലാത്തതാണ്. നീണ്ടകാല പരിശ്രമത്തിന്റെ സിംബാബ്വെ പോരാട്ട വീര്യം പക്ഷേ കരീബിയൻ കോട്ട വിറപ്പിക്കാൻ പോന്നതായതേയില്ല. മൈതാനത്തിറങ്ങിയാൽ 100% നൽകുന്നവർക്കെങ്ങനെ പരാജയത്തെ രുചിക്കാനാകും? ബാറ്റെടുത്തും പന്തെടുത്തും പിന്നെ ഫീൽഡിങ്ങിലും ടീം സ്പിരിറ്റിന്റെ അങ്ങേയറ്റം കൈമുതലാക്കിയവർക്ക് വിജയപേരി സ്വന്തമാണ്. ഹെറ്റ്മേറെ വിട്ടുകളഞ്ഞ നിമിഷമോർത്ത് സിംബാബ്വെ എന്നും പരിതപിച്ചിരിക്കും. കാരണം പിന്നെ അങ്ങോട്ട് ക്രിക്കറ്റ് സിംഹാസനം തേടിയെത്തി ഇന്ത്യൻ മണ്ണിൽ അവരുടെ താണ്ഡവമാണ്. 34 പന്തുകളിൽ ഹെറ്റ്മേർ കൊയ്തു കൂട്ടിയത് 85. മൈതാനത്തെ ദിക്കുകൾക്ക് ചരിത്രം പേറുന്നൊരു കാഴ്ചകൾ ഒരുക്കി പ്രൈം വിൻഡീസിനയാൾ നേർവഴി കാട്ടി. കഴിഞ്ഞുപോയ പോരാട്ടങ്ങളിലെ സിംബാബ്വൻ നിഴൽ പോലും കാണാതെ വാങ്കഡയിൽ അവർ തരിപ്പണമായി. 35 പന്തുകളിൽ പവൽ അടിച്ചുകൂട്ടിയത് 59. എന്തൊരാത്മവിശ്വാസമാണ് ആ മുഖത്തെന്ന് പറയാതെ വയ്യ. ബാറ്റിലേക്ക് എത്തിയാൽ 6 എന്നുറപ്പുള്ള എണ്ണം പറഞ്ഞ ആകാശ കാഴ്ചകളാണ് വാങ്കഡയിൽ വിൻഡീസ് ഒരുക്കി വെച്ചത്. 13 പന്തുകളിൽ റുദർഫോർഡിന്റെ 31. സിക്കന്ദർ റാസയും സംഘവും കരീബിയൻ കൊടുങ്കാറ്റിൽ കളിമറന്നു. 254 എന്ന ലക്ഷ്യമുയരുമ്പോൾ തന്നെ പകുതി വീണ സിംബാബ്വെയെ കണ്ടു. ടോസ് നേടി ബാറ്റിംഗിന് അയച്ച നിമിഷമോർത്ത് സിക്കന്ദർ റാസ 100 വട്ടം പഴിച്ചിരിക്കണം. പൊരുതാനാകാതെ ബാറ്റെടുത്തവരെല്ലാം വീണ കാഴ്ചയിൽ ഒരു കാര്യം ഉറപ്പ്: വിൻഡീസ് വെറുതെ വന്നതല്ല. മോട്ടിയുടെ സ്പിൻ കെണിയിൽ വീണത് 4 പേരെങ്കിൽ ബാക്കിയെല്ലാം ചടങ്ങുകൾ മാത്രം. അവസാന വിക്കറ്റിൽ ഇവാൻസിന്റെ ഒരു പോരാട്ടം അവസാനിപ്പിച്ച് കൂറ്റൻ വിജയത്തേരിൽ വിൻഡീസ് കരുത്ത്. 107 റൺസ് അകലെ ക്രിക്കറ്റ് മൈതാനത്ത് ചരിത്രം തിരുത്താനെത്തിയവർ വീണ കാഴ്ചകളാണ്. എന്തിനും പോന്നൊരു സംഘമായി വിൻഡീസ് കളി തുടങ്ങി. എതിരാളി ഏത് വമ്പനെങ്കിലും അവരൊന്ന് വിറച്ചേ പോകൂ. തല്ലിത്തകർക്കാൻ കെട്ടഴിച്ചു വിട്ടൊരു സംഘമാണിന്ന്. വിൻഡീസ് കടമ്പ കടന്ന് ഇന്ത്യൻ സ്വപ്നങ്ങൾ നിറയെ തളിർക്കാൻ ആവനാഴിയിലെ പലതും പുറത്തെടുത്തേ മതിയാകും. എതിരാളിയെ നിഷ്കരുണം ചാമ്പലാക്കുന്ന കരുത്തുമായി എത്തുന്നവർക്ക് മുന്നിലേക്ക് അനിവാര്യ മാറ്റങ്ങൾ ഉണ്ടായേ മതിയാകൂ. കാരണം മോഹക്കപ്പിലേക്ക് അടങ്ങാത്ത സ്വപ്നങ്ങളുമായാണ് അവർ എത്തുന്നത്.